അന്താരാഷ്ട്ര മണ്ണ് ദിനത്തിൽ പുതിയ നെൽവിത്തിനങ്ങളുടെ പരീക്ഷണവുമായി എലപ്പുള്ളി കൃഷിഭവൻ. ഹരിതവനി കൃഷിക്കൂട്ടത്തിലെ കർഷകനും കൃഷിക്കൂട്ടം പ്രസിഡന്റുമായ റിട്ടയർഡ് ASI വി ചെന്താമരയുടെ കൃഷിയിടത്തിലാണ് പുതിയ പരീക്ഷണ കൃഷി നടത്തിയത്. തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത DRR ധാൻ 65 എന്ന വിത്ത് സംസ്ഥാനത്ത് ആദ്യമായാണ് പരീക്ഷണ കൃഷി നടത്തുന്നത്. കീടരോഗങ്ങളോട് ഉയർന്ന സഹിഷ്ണുത പുലർത്തുന്നതാണ് പ്രസ്തുത ഇനം. ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും ജലസേചന രീതിക്കും ഏറെ അനുകൂലമായി കൃഷി ചെയ്യാവുന്ന ഇനമാണിത്. സെൻസിലൂട്ടോ എന്ന ഏറ്റവും ആധുനികമായ മണ്ണ് പരിശോധനാ യന്ത്രത്തിന്റെ സഹായത്തിൽ ലഭിക്കുന്ന മണ്ണ് പരിശോധനാ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് തുടർ കൃഷി. കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും വിരമിച്ച കൃഷിശാസ്ത്രജ്ഞൻ R. ഇളങ്കോവന്റെ സഹായ നിർദ്ദേശങ്ങളോടുകൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പുതിയ ഇനം നെൽവിത്തുകളുടെ പരീക്ഷണ കൃഷി രീതിയിലൂടെ മൾട്ടിപ്പിൾ സ്ട്രെസ് ടോളറൻസ് ഉള്ളതും പ്രദേശത്തിന് അനുയോജ്യമായതുമായ വിത്തിനങ്ങൾ കർഷകരിൽ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് എലപ്പുള്ളി കൃഷി ഓഫീസർ BS വിനോദ് കുമാർ പറഞ്ഞു. 1847 കാലബട്ടി തുടങ്ങി ആന്ധ്ര, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ നിന്നും എത്തിച്ച നെൽവിത്തുകളുടെ പരീക്ഷണ കൃഷി നടത്തി. നടയിലുത്സവം എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രേവതി ബാബു ഉദ്ഘാടനം ചെയ്തു. കൃഷി തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കാൻ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നമുക്ക് സാധിച്ചു. അത് തന്നെ വലിയൊരു നേട്ടമാണ്. അപ്പോൾ ഇത് മാത്രം പോരാ, ഇനിയും ധാരാളം തരിശു നിലങ്ങളുണ്ട്. സാറിപ്പോൾ ഈ ഇതിലൊക്കെ കാണിച്ചു, നമ്മളത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ മാർച്ച് വരെയുള്ള ഒരു കാലയളവ് നാഷണൽ ലെവലിൽ മില്ലറ്റ് ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വർഷം കൂടിയാണ്. അപ്പോൾ മില്ലറ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കണം. തരിശു നിലങ്ങളൊക്കെ അത് ചെറിയൊരു കാലയളവേ വേണ്ടുള്ളൂ. വാർഡ് മെമ്പർ P. ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ഹരിതവനി കൃഷിക്കൂട്ടം പ്രസിഡന്റ് റിട്ടയർഡ് ASI വി ചെന്താമര ആമുഖ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S. സുനിൽകുമാർ, സ്ഥിരസമിതി അധ്യക്ഷ K. വി. പുണ്യകുമാരി, OISCA സൗത്ത് ഇന്ത്യ യൂത്ത് ഫോറം ഡയറക്ടർ ഡോക്ടർ N. ശുദ്ധോധനൻ, വി. മണി, ജയ്നിവാസ്, പൊന്നുകുട്ടൻ, S. കേശവദാസ് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.